ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റോമാക്കാർ നൽകിയ ഏറ്റവും മോശമായ ശിക്ഷാവിധിയായിരുന്നു കുരിശുമരണം. രാജ്യദ്രോഹികൾക്കും കലാപകാരികൾക്കുമായി മാറ്റിവെക്കപ്പെട്ട ഏറ്റവും ഹീനവും പൈശാചികവുമായ ശിക്ഷാരീതിയായിരുന്നു കുരിശുമരണം. ക്രിസ്തുവിന് അതാണ് അവർ നൽകുക. പക്ഷേ ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണം കുരിശിനെ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ അടയാളമാക്കി മാറ്റുകയാണ്. എത്രമാത്രം അപമാനത്തിൻ്റെയും വ്യാകുലത്തിൻ്റെയും അടയാളമായിരുന്നു കുരിശെങ്കിലും ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി അത് വിശ്വാസത്തിൻ്റെയും വിജയത്തിൻ്റെയും അതിലുപരി പ്രത്യാശയുടെയും അടയാളമായിട്ട് മാറുന്നു. നാം ഓരോരുത്തരും ചിലപ്പോഴെങ്കിലും പരാജയത്തിൻ്റെയും വിഷമത്തിൻ്റെയും സങ്കടത്തിൻ്റെയും എല്ലാം പ്രതീകങ്ങളായിട്ട് ചിത്രീകരിക്കപ്പെടുന്നുണ്ടാകാം. നമ്മുടെ സാന്നിധ്യവും നമ്മുടെ വാക്കുകളും ജീവനില്ലാത്തതോ നിറങ്ങളില്ലാത്തതോ ആയിട്ടൊക്കെ പലർക്കും തോന്നുന്നുണ്ടാകാം. ഇനി മുൻപോട്ട് പോകാൻ സാധിക്കില്ല, ജീവിതത്തിൽ ഇനി വലിയ പ്രതീക്ഷകളൊന്നുമില്ല എന്ന് പലരും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകാം. നാം പഴയ കുരിശ് പോലെ അപമാനത്തിൻ്റെ, പരാജയത്തിൻ്റെ അടയാളമായിട്ട് മാറുന്നുണ്ടാകാം. നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു വരിക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. പത്രോസിൻ്റെ വഞ്ചിയിലേക്ക് കയറാനായിട്ട് ഈശോ വരുമ്പോൾ അവിടെ 2 വഞ്ചികളുണ്ടായിരുന്നു എന്നാണ് സുവിശേഷം പറയുക. പക്ഷേ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് പത്രോസിൻ്റെ വഞ്ചിയാണ്. ഇതുപോലെ ഞാനാകുന്ന വഞ്ചിയിലേക്ക്, ഞാനാകുന്ന കുരിശിലേക്ക് കർത്താവ് കടന്നു വന്നാൽ എൻ്റെ ജീവിതവും തീർച്ചയായിട്ടും വിജയത്തിൻ്റെ, പ്രതീക്ഷയുടെ അടയാളമായിട്ട് മാറും. പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. ആരാണ് കാത്തിരിക്കുന്നവൻ? അവൻ പ്രതീക്ഷയുള്ളവനാണ്. പ്രതീക്ഷയുള്ളവൻ പ്രത്യാശയുള്ളവനാണ്. പ്രത്യാശയുള്ളവൻ വിശ്വാസമുള്ളവനാണ്. വിശ്വാസമുള്ളവൻ സ്നേഹമുള്ളവനാണ്. സ്നേഹത്തോടെ കാത്തിരിക്കുന്നവരാകാൻ കുരിശ് നമ്മളെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.